സാധാരണഗതിയിൽ സാമാന്യമായി ചിന്തിക്കുമ്പോൾ മാതാപിതാക്കൾ അവരുടെ മക്കളെ പ്രായമെത്തുമ്പോൾ പറ്റുന്ന ഒരു ഇണക്ക് അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയും അവർക്ക് ദാമ്പത്യ ജീവിതം ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നത് ഒരു വലിയ സന്തോഷകരമായ, ഹൃദ്യമായ, ആനന്ദകരമായ ഒരു ജീവിതാഭിലാഷമായി കാണുന്നവരല്ലേ ശരാശരി രക്ഷിതാക്കന്മാർ? ശരാശരി രക്ഷിതാക്കൾ അങ്ങനെ. എന്തൊരു അതുർപ്പമാണ് സ്വന്തം മകളെ ഒരു പുതിയ ഭർത്താവിന്, ഒരു പുതിയ ഇണക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഒരു പിതാവിനുണ്ടാവുക. അതിലേറെ കണ്ണുനീര് നിറയുന്ന തരത്തിലുള്ള സന്തോഷകരമായ അനുഭവമല്ലേ ഉമ്മമാർക്കുള്ളത്? ഉമ്മമാർക്കും അതുപോലെ ബാപ്പമാർക്കും ആ കുട്ടി വളർന്നു വലുതായ ശേഷം ഇനി ഒരു ആൺകുട്ടിക്ക് പെണ്ണിച്ചു കൊടുക്കുക. എപ്പോഴും ഒരു മാതാപിതാവിൻ്റേതും വളർന്നു വലുതായ ഒരു ആൺകുട്ടി പെൺകുട്ടിയെ കൊടുക്കാൻ സ്വീകരിക്കാൻ പ്രായമായാൽ ആ കുട്ടിയെ സംബന്ധിച്ചുള്ള നൊമ്പരവും ആ കുട്ടിയെ സംബന്ധിച്ചുള്ള ചിന്തയുമല്ലേ മാതാപിതാക്കളുടെ മനസ്സിൽ മുഴുവൻ. ഇങ്ങനെയുള്ള മാതാപിതാക്കൾ വാസ്തവത്തിൽ ഇന്ന് നിരാശരാണ്, ഭഗ്നാശരാണ്, അസ്വസ്ഥരാണ്, പ്രയാസമനുഭവിക്കുന്നവരാണ്, ദുരിതമനുഭവിക്കുന്നവരാണ്, വേദനിക്കുന്നവരാണ്. എന്തിന്? തങ്ങൾക്കുള്ള ഈ ഒരു സന്തോഷകരമായ അനുഭവം തങ്ങളുടെ സന്തോഷം പോലെ, തങ്ങളുടെ ആഗ്രഹം പോലെ നടത്തിക്കൊടുക്കാൻ ഒരവസരമില്ല. ഇന്ന് തീർത്തും അതിനവസരം ഇല്ലാതായിരിക്കുന്നു. ഒരു പെൺകുട്ടിയുടെ രക്ഷിതാവ്, അയാൾ എത്ര വലിയ പണ്ഡിതനാവട്ടെ, അയാൾ എത്ര വലിയ ആലിമാകട്ടെ, അയാൾ വലിയ തങ്ങളാവട്ടെ, അയാൾ വലിയ സ്വാലിഹും ഹാജിയാരും ഭക്തനുമാകട്ടെ, ആ ഭക്തനായ ആൾക്ക് അവരുടെ പെൺകുട്ടിയെ കെട്ടിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇനി വലിയ ഉദ്യോഗസ്ഥനാവട്ടെ, വലിയ തരത്തിലുള്ള ഉന്നതനാവട്ടെ, ഏത് സർവീസിലുള്ള ആളാവട്ടെ, ആ സർവീസിലുള്ള ആൾക്ക് അയാൾ ആഗ്രഹിക്കുന്നത് പോലെ ഇണയെ തെരഞ്ഞു കൊടുക്കാൻ ആണിനും പെണ്ണിനും പറ്റാത്ത ഒരവസ്ഥ. ആണുങ്ങൾക്ക് പിന്നെയും പറ്റും, പെണ്ണുങ്ങൾക്ക് തീരെ പറ്റാത്ത ഒരവസ്ഥയായിരിക്കുന്നു എന്ന്. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തിരഞ്ഞെടുക്കണം നമ്മുടെ ഇണകളെ. ഇത് പഠിപ്പിക്കപ്പെടുകയാണ്. ബാപ്പാക്കും ഉമ്മാക്കും ഇതിനെന്താ അവകാശമാണ്? ബാപ്പി ഇമ്മി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾക്ക് പറ്റിയത് ഏക്കൊള്ളുന്നുണ്ടോ? ഒരൊറ്റ കുറി അവരൊന്നിങ്ങനെ നോക്കി പരിചയിച്ച് കുടുംബത്തെപ്പറ്റി നോക്കിയിട്ട് പോന്നാൽ നിങ്ങൾക്ക് അവരുമായി എന്ത് ബന്ധമുണ്ടാകും? നിങ്ങൾക്ക് അവരുമായി എന്ത് തരത്തിലുള്ള പരിചയമുണ്ട്? നേരെ മറിച്ച് നിങ്ങൾ കൂടി പരിചയിച്ച് ജീവിച്ച് ഒരുപോലെ ജീവിച്ച് പരസ്പരം അടുത്തറിഞ്ഞ് മനസ്സിലാക്കി അങ്ങനത്തെ ഒരു ഇണയെ സ്വീകരിക്കുകയാണെങ്കിൽ ജീവിതം എന്ത് സന്തോഷകരമായിരിക്കും, ജീവിതം എന്ത് ആഹ്ലാദകരമായിരിക്കും. പെട്ടെന്ന് അതിലും മയങ്ങിപ്പോകുക നമ്മളെ കുട്ടികൾ. കേൾക്കുമ്പോൾ ശരി തന്നെ, സ്കൂളിൽ നമ്മളൊപ്പം പഠിച്ച കുട്ടി, എനിക്കറിയില്ല ഓൻ്റെ ജീവിതം, എനിക്കറിയില്ല ഓൻ്റെ ഹാല്, എനിക്കറിയില്ല ഓൻ്റെ സ്ഥിതി എന്ന് പറയുക. ആ സ്ഥിതിക്കനുസരിച്ചുകൊണ്ട് അങ്ങനത്തെ ഒരു ഇണയെ എനിക്ക് കിട്ടുകയും എനിക്ക് പരിചയിക്കാൻ കിട്ടുകയും ചെയ്യുക. അല്ലെങ്കിൽ പരിചയിക്കാൻ പറ്റുന്ന തരത്തിലൊക്കെ പരിചയിക്കുക. ആ പരിചയങ്ങൾ എവിടത്തോളം എത്താം, അതിലൊന്നും പ്രശ്നമല്ല, അതൊന്നൊരു വിഷയമേ അല്ല. ഒരാണും പെണ്ണും ചേർന്നിരിക്കുന്നതെന്നൊരു വിഷയമല്ലല്ലോ, കണ്ടാൽ കൈ കൊടുക്കുന്നതെന്നൊരു വിഷയമല്ലല്ലോ. എല്ലാ ഇടങ്ങളിലും ഇതങ്ങനെ വ്യാപകമായി വരികയാണ്. നമ്മൾ ആലോചിക്കുന്ന കാലത്ത് ഇതൊക്കെ വലിയൊരു കുറവാണല്ലോ. നമ്മളിരിക്കുന്ന സ്ഥലത്ത് ഒരു പെണ്ണ് ഒരു ബെഞ്ചിൻ്റെ തലക്ക് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ അപ്പുറത്തെ തലക്കിൽ ഒരു പെണ്ണ് ഇരുന്നാൽ തന്നെ നമുക്കൊരു പ്രയാസമല്ലേ? അതിന്ന് പെൺകുട്ടികൾക്കും പ്രയാസമില്ല, വലിയ പെണ്ണുങ്ങൾക്കും പ്രയാസമില്ല, ആണുങ്ങൾക്കും പ്രയാസമില്ല. ബസ്സിലെ ഒരു സീറ്റിൽ പണ്ടൊക്കെ റിസർവ് ഉണ്ടാവുമല്ലോ പെണ്ണുങ്ങൾക്ക്, ഇപ്പോൾ റിസർവ് ഒന്നുമില്ല, എല്ലാ ആണൊരു പെണ്ണിനാണ്. റിസർവ് ഉണ്ടെങ്കിൽ തന്നെ ബസ്സിൽ അടുത്ത കാലത്തൊന്നും ഈ ബസ്സിൻ്റെ സീറ്റിൻ്റെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. എങ്ങനെ എനിക്ക് അറിഞ്ഞൂടെ, ഏതായാലും എവിടെ ഇരിക്കും. ട്രെയിനിൽ പോയാൽ അങ്ങനെ തന്നെയാണ്, ഒന്നിൻ്റെ ഒപ്പം എല്ലാവരും ഇരിക്കും. എല്ലാവരും ചേർന്നിരിക്കാൻ ഒരു മടിയുമില്ല, ആരായാലും ആർക്കിടയിലായാലും ഇരിക്കാൻ മടിയില്ല. ഇതേ രീതിയിൽ തന്നെ ജീവിതത്തിൻ്റെ എല്ലാ ആസ്വാദനങ്ങളും എല്ലാവരും കുറ്റപ്പെടുത്തല്ല, എല്ലാവരും മോശമായ രീതിയിലാണ് ഇത് ചെയ്യുന്നതല്ല. സാമൂഹിക സംസ്കാരത്തിൻ്റെ ഭാഗമായി ഇഴുകിച്ചേരലുകളും തൊട്ടുരുമ്മലുകളും ഈ കൈപിടിക്കലുകളും ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി യൂറോപ്പിൻ്റെയും പടിഞ്ഞാറിൻ്റെയും സംസ്കാരം അങ്ങനെ തന്നെ ലോകത്തിൻ്റെ തന്നെ മൊത്തം സംസ്കാരമായി മാറുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ ലോകത്ത് ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി നമ്മളും മാറിയിരിക്കുന്നു. നമുക്കായിട്ട് ഒരു പ്രത്യേക നിയമങ്ങൾ നമുക്കില്ല. നമ്മളങ്ങനെയല്ല. നമുക്ക് നമ്മുടെ നോട്ടത്തിലും തിരിച്ചിലും മറിച്ചിലും എല്ലാറ്റിലും നിയമമുള്ളവരാണ് നമ്മൾ. ഈ അർത്ഥത്തിൽ തന്നെ ആ മാതാപിതാക്കൾ നൊമ്പരപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്ന വിധം, ആ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന വിധം എൻ്റെ കാര്യം ഞാൻ തീരുമാനിക്കാം, എനിക്ക് വേണ്ട ആളെ ഞാൻ പറയാം എന്നിടത്താണ് പെൺകുട്ടികളുള്ളത്. എനിക്കാവുമ്പോൾ ഞാനോട് പറയാം. അത് ചിലവർ ഉമ്മേന്ന് വിളിച്ചിട്ട് പറയും, ചിലവർ വാപ്പയെന്ന് വിളിച്ചിട്ട് പറയും, ഉമ്മ വാപ്പ ഞാൻ എൻ്റെ സമയത്ത് ഞാനോട് പറയാം. അല്ലെങ്കിൽ ഒന്നും വിളിക്കാതെ തന്നെ ഗൗരവത്തിൽ എനിക്കാവുമ്പോൾ ഞാനോട് പറയാം. വേണ്ട ആളെയും പറയാം. ആളെ പറഞ്ഞു കൊടുക്കാനും അതുപോലെ തന്നെ വേണ്ട സമയത്ത് പറഞ്ഞു കൊടുക്കാനേ ഇപ്പോഴും നമ്മളെ സംസ്കാരം എത്തിയിട്ടുള്ളൂ, സാമൂഹിക സംസ്കാരം.
അതിന് വേണ്ടതൊക്കെ ചെയ്യാൻ ആരെന്നെ വേണം? ബാപ്പന്നെ വേണം. ചോറുണ്ടാക്കാൻ ബാപ്പന്നെ വേണം, പൊന്നു വാങ്ങിക്കൊടുക്കാൻ ബാപ്പന്നെ വേണം, ബാക്കിളീനൊക്കെ ബാപ്പന്നെ വേണം. ആളെ ഞാൻ പറയാം, ചെയ്യേണ്ടതൊക്കെ നിങ്ങൾ ചെയ്തോളി എന്നാണ് ഇപ്പോഴത്തെ സംസ്കാരപ്രകാരം നമ്മുടെ രീതി. ചെയ്യേണ്ടതൊക്കെ നിങ്ങൾ ചെയ്യണം, ചിലവാക്കേണ്ടതൊക്കെ നിങ്ങൾ ചിലവാക്കണം, കൊടുക്കേണ്ടതൊക്കെ നിങ്ങൾ കൊടുക്കണം. അതിനുള്ള കഷ്ടപ്പാടും ദുരിതമൊക്കെ നിങ്ങൾക്ക് തന്നെ, എല്ലാം നിങ്ങൾക്ക് തന്നെ. പക്ഷേ ആളെ ഞാൻ പറയാം. പിന്നെ ആ ആളൊപ്പം ജീവിക്കാൻ എനിക്കൊരു ജോലിയും വേണം. ആ ജോലി ഉണ്ടായാൽ ആ ജോലിക്ക് കിട്ടുന്ന വേതനമൊക്കെ അത് ഭർത്താവും ഭാര്യയും അങ്ങനെയുള്ള കൂട്ട് അത് എണ്ണയും തുടങ്ങി ഓലങ്ങനെ സ്വീകരിച്ചോളും, ഓലങ്ങനെ ജീവിച്ചോളും. അത് ഈ പഠിപ്പിച്ച വാപ്പാക്കോ ചെലവഴിച്ച വാപ്പാക്കോ ഒന്നുമില്ല. തല മുതൽ അവസാനം വരെ, ഈ പ്രായമാകുന്നത് വരെ ഒരു പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം നൽകാൻ ഒരു പിതാവിന് മാതാവിന് ഇന്ന് എത്ര വലിയ ചെലവാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെ മക്കളെ ചെലവഴിക്കുന്നത്, ഈ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ചെലവഴിക്കുന്ന അത്ര മറ്റു വല്ലതിനും ചെലവഴിക്കുന്നുണ്ടോ? നമ്മൾ ദുരിതപ്പെട്ടല്ലത് ചെലവഴിക്കുന്നത്, സന്തോഷത്തിലാണ്. എൻ്റെ കുട്ടി പഠിക്കുന്നത് കാണാൻ, ഡിഗ്രി എടുക്കുന്നത് കാണാൻ, PG ചെയ്യുന്നത് കാണാൻ, ജോലി എടുക്കുന്നത് കാണാനൊക്കെ നമുക്ക് അങ്ങേയറ്റത്തും കൊതിയാണ്, അങ്ങേയറ്റത്തെ ആഗ്രഹമാണ്. ആ ആഗ്രഹത്തോടുകൂടെ ആനന്ദത്തോടുകൂടെ നമ്മൾ ആ കുട്ടിയെ പഠിപ്പിച്ച് വലുതാക്കി റെഡിയാക്കി വരുമ്പോൾ നമുക്ക് ആ കുട്ടിയെ ഒരു ഇണയാക്കി കൊടുക്കണമെന്നുള്ളിടത്തെത്തുമ്പോൾ അതിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ അതിൻ്റെ പൊറുതികേടും അതിൻ്റെ ചൊറിച്ചിലും അതിൻ്റെ പ്രയാസവുമൊക്കെ നമ്മളെ മനസ്സിലാണല്ലോ മാതാപിതാക്കളുടെ മനസ്സിൽ. ഈ മാതാപിതാക്കൾക്ക് ആ ഒരു രംഗം വിഷയമാണ് പറയുമ്പോൾ നമ്മുടെ പെൺകുട്ടികൾക്ക് കാണും വേറൊരു സ്വഭാവം, വേറൊരു രൂപം, വേറൊരു രീതി, വേറൊരു സംസാരം. ആ സംസാരത്തിൽ അവർ പറയുന്ന ഭാഷ്യം പച്ചക്ക് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എനിക്ക് വേണ്ട ആൾ ഞാൻ തീരുമാനിച്ചോളാം, എനിക്ക് വേണ്ടപ്പോൾ ഞാൻ പറഞ്ഞോളാം, വേണ്ടതൊക്കെ നിങ്ങൾ ചെയ്തോന്നാ, ചെയ്യേണ്ടതൊക്കെ നിങ്ങൾ ചെയ്യണം. അതൊക്കെ ചെയ്യാൻ നമ്മൾ തന്നെ, പഠിപ്പിക്കാനും നമ്മൾ, കാട്ടാനും നമ്മൾ, ചെല്ലാനും നമ്മൾ, കല്യാണം ഉണ്ടാക്കാൻ വേണ്ടതൊക്കെ ചെലവഴിക്കാനും നമ്മൾ. പക്ഷെ ആളെ നോക്കണോടുത്ത് അത് ഞാൻ നോക്കിക്കോളാം എന്നാണ്. എന്നാലും അന്തസ്സുള്ള ബാപ്പമാരും ഉമ്മമാരും അതിൻ്റെ ഒപ്പം കൂടി കൊടുക്കുന്നു. കാരണം പെൺകുട്ടിക്ക് അതാ ഇഷ്ടം വെച്ചാൽ നമ്മൾ വരച്ചിട്ടെന്താ കാര്യം, നമ്മളെന്താക്കിയിട്ടെന്താ കാര്യം? അതേറെക്കുറെയൊക്കെ ചിന്തിക്കുമാണ് കേട്ടോ. ചെറിയ ചെറിയ തടസ്സങ്ങളൊന്നും പറഞ്ഞ് ഒരു മാതാപിതാക്കളൊന്നും ആ സമയത്ത് വാശി പിടിക്കരുത്. വാശി പിടിക്കുന്നതിൽ കാര്യമില്ല. കാരണം രാജ്യം അവർക്ക് അത്ര വലിയ സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്, രാജ്യത്തെ ഭരണഘടന അത്ര വലിയ അവകാശം അവർക്ക് നൽകുന്നുണ്ട്. ആ അവകാശത്തെക്കുറിച്ച് അവർ വലിയ ബോധമുള്ളവരാണ്. നിങ്ങളെ അതിൻ്റെ പേരിൽ ഈ അവകാശം ധ്വംസിക്കുന്നു, തടയുന്നു, സ്വാതന്ത്ര്യം തടയുന്നു എന്നതിൻ്റെ പേരിൽ ജയിലിലടക്കാൻ നിങ്ങൾ പഠിപ്പിച്ച കുട്ടികൾക്ക് സാധിക്കും. അതിനേത് നമ്പറിൽ വിളിക്കണം, ആരെ വിളിക്കണം, എവിടെ പോകണം, എന്ത് ചെയ്യണമെന്നൊക്കെ നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസമുള്ളത് കൊണ്ട് അവർക്കറിയാം അതിന് വേണ്ട ഇടപാടുകളൊക്കെ. അതുകൊണ്ട് മാതാപിതാക്കൾ എപ്പോഴും തടസ്സം നിൽക്കൊന്നും വേണ്ട. പരമാവധി പറ്റുമെങ്കിൽ, പരമാവധി യോജിക്കുമെങ്കിൽ ഒപ്പം കൂടിക്കൊടുക്കലാണ് മാതാപിതാക്കൾ ചെയ്യുക. ഞങ്ങൾ മൂല്യന്മാരും താല്യന്മാരൊക്കെ അതുതന്നെയാണ് അവസാന ഘട്ടത്തിൽ ഉപദേശിക്കുക. കാരണം അവസാന ഘട്ടത്തിലെത്തുമ്പോൾ പെൺകുട്ടിൻ്റെ തന്നെ അധികാരം, പെൺകുട്ടിൻ്റെ തന്നെ വലിയ സമ്മതം, പെൺകുട്ടിൻ്റെ സമ്മതവും പെൺകുട്ടിൻ്റെ അംഗീകാരവും പെൺകുട്ടിൻ്റെവും നോക്കാതെ കൈകാര്യകർത്താവൻ രക്ഷാധികാരിക്ക് നടത്തിക്കൊടുക്കാൻ അപൂർവം ചില വേളകളിൽ കൊച്ചുകുട്ടികളെ കെട്ടിച്ചു കൊടുക്കുന്ന നിലക്ക് വരുമ്പോഴേ ഇജുബാറിൻ്റെ അധികാരം എന്ന അധികാരം ബാപ്പാക്ക് ശറവ് നൽകുന്നുള്ളൂ. അത് അന്നത്തെ കാലത്ത് സാധാരണഗതിയിൽ നടന്നിരുന്ന കാലത്താണ്. ഇന്നത്തെ കാലത്ത് അതും വല്ലാതല്ല. കാരണം ഇന്ന് ശൈശവ വിവാഹമില്ലല്ലോ, പ്രായമാകാത്ത കുട്ടിയെ നിക്കാഹ് ചെയ്യുന്നില്ലല്ലോ. പ്രായമായ ശറയിലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പ്രായമായ കുട്ടിനെ, സർക്കാരിൻ്റെ കണക്കിന് 18 വയസ്സാകണം, നമ്മളെ ശറയിൻ്റെ അടിസ്ഥാനത്തിൽ വയസ്സുകൊണ്ടാണെങ്കിൽ 15 വയസ്സായാൽ മതി, അല്ലെങ്കിൽ മെൻസസ് ഉണ്ടായാൽ മതി. ഈ പ്രായപൂർത്തി ശറയിൻ്റെ കണക്കിനായിട്ടുള്ള ഒരു പെണ്ണിൻ്റെ കാര്യത്തിൽ തന്നെ ഒരു ഉപ്പ അവരുടെ കുഞ്ഞിനെ കല്യാണം ചെയ്യുമ്പോൾ അവരുടെ സമ്മതം ചോദിക്കൽ സുന്നത്താണ്. അവരുടെ സമ്മതത്തിനും ഹിതത്തിനും അനുസരിച്ചുകൊണ്ട് നിക്കാഹ് ചെയ്തു കൊടുക്കണമെന്നാണ് ശറയിൻ്റെ കണക്ക്. ഒരിക്കൽ കല്യാണം ചെയ്തു കൊടുക്കാൻ, ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ ബന്ധത്തിലേക്ക് എത്തുകയാണെങ്കിലോ ആ രണ്ടാമത്തെ ബന്ധത്തിലെത്തുമ്പോൾ സമ്മതം ചോദിച്ച് മാത്രമേ ബാപ്പാക്ക് കഴിച്ചു കൊടുക്കാൻ അധികാരമുള്ളൂ. ബാപ്പയല്ലാത്ത മറ്റേത് കൈകാര്യകർത്താക്കൾക്കും സമ്മതപ്രകാരം മാത്രമേ ഇണയാക്കി കൊടുക്കാനുള്ളൂ. അപ്പോൾ പെണ്ണിൻ്റെ സമ്മതത്തിൽ തന്നെയാണ് കാര്യം. അതൊരു വലിയ സംഗതി തന്നെയാണ്. പക്ഷേ ആ പെണ്ണിൻ്റെ സമ്മതം ആരാനും വേണ്ടി, ഈ പൊതുസമൂഹത്തിൽ അവർക്ക് കിട്ടപ്പെടുന്നതായ, അവരിൽ അടിച്ചു കയറ്റപ്പെടുന്നതായ ദുഷിച്ച ചിന്തകൾക്ക് വേണ്ടി, ജീവിത വീക്ഷണത്തിലുള്ള വ്യത്യാസപ്പെട്ട ചിന്തകൾക്ക് വേണ്ടി നമ്മുടെ പെണ്ണുങ്ങൾ അവരുടെ ഈ അധികാരം ദുരുപയോഗപ്പെടുത്തിയാൽ ആ ദുരുപയോഗപ്പെടുത്തുന്നവരെ നല്ല വഴിക്ക് കൊണ്ടുവരാൻ മാതാപിതാക്കൾക്കിന്ന് വഴിയില്ല, മാതാപിതാക്കൾക്കിന്ന് മാർഗമില്ല. എല്ലാ മാതാപിതാക്കളും ഇതിൽ ഖിന്നരാണ്.
എല്ലാ മാതാപിതാക്കളും ഇത് വിഷമം സഹിക്കുന്നവരാണ്. തമ്മതമ്മിൽ സംസാരിക്കുമ്പോൾ അറിയാം നമ്മളെ കുട്ടി നമ്മൾ പറഞ്ഞെടുത്ത് ആകണില്ലല്ലോ, നമ്മൾ പറഞ്ഞെടുത്ത് കിട്ടണില്ല, പിടിച്ചാൽ കിട്ടണില്ലോ എന്നല്ല, നിക്കായ് ചേർക്കാൻ സമ്മതിക്കണില്ലല്ലോ എന്നാണ് പറയുന്നത്. പിന്നെ അവർ പറയുന്നതിന് കൈ കൊടുക്കാൻ മാത്രമല്ല, ചില ദുരഭിമാനികളായ ബാപ്പമാരാവട്ടെ അവൾ പറയുന്നതിനനുസരിച്ച് കൊണ്ട് ചെയ്തു കൊടുക്കാൻ ഞാൻ എന്തായാലും ഇല്ല, എൻ്റെ കൈ കൊടുക്കൂല, ഞാൻ വക്കാലത്ത് കൊടുത്താലും വേണ്ടിയില്ല എന്നാൽ കുടുങ്ങിയാൽ പറ, വക്കാലത്ത് കൊടുത്താലും വേണ്ടിയില്ല, ഞാൻ കൈ കൊടുക്കൂല എന്ന്. പിന്നെ അവസാനം കൂടുതലൊക്കെ കൂടി കുട്ടികളൊക്കെ ഉണ്ടായി, മക്കളുണ്ടായി, കുടുംബമായ പിന്നെ രക്തബന്ധമല്ലേ, ആ രക്തബന്ധപ്രകാരം പിതാവ് എന്ന നിലക്ക് വാത്സല്യം ഒഴുകുമ്പോൾ ആ കുട്ടിനെ കൂട്ടാനൊക്കെ അവർ തയ്യാറാകും. പക്ഷേ ഈ ഒരു പരുവത്തിലേക്ക് നമ്മുടെ പെണ്ണുങ്ങൾ നീങ്ങുമ്പോൾ മതപരമായി എങ്ങനെയായിരിക്കണം നിക്കാഹെന്നും ആ നിക്കാഹുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അനിവാര്യത എപ്പോൾ വരുമെന്നും അത് എന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്നുമുള്ള കാര്യങ്ങൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരവസരമായി ഈ സമയത്ത് കാണുകയാണ് കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമ.